بسم الله الرحمن الرحيم ذكر الله مفتاح لباب الله مصباح لأهل الله مجراح لإبليس عدو الله لإبليس عدو الله. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. ഇനിയുള്ള വിഷയം നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നിസ്കാരത്തിൻ്റെ ഷർത്ത് 5 ഒന്ന് അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവലും, 2 നജസിനെ തൊട്ട് സ്ഥലവും വസ്ത്രവും ശരീരവും ശുദ്ധിയാകണം, 3 ഔറത്ത് മറക്കുക, 4 സമയമായെന്നറിയുക, 5 ഖിബ്ലക്ക് മുന്നിടുക. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് നിസ്കാരത്തിൻ്റെ ഷർത്തിൽ നിന്ന് ഒന്നാമത്തെ വിഷയമാണ് ഇനി ഞങ്ങൾ പറയുന്നത്, അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുക. അപ്പോൾ ശുദ്ധി എന്ന വിഷയം, ശുദ്ധി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതത്വഹിരീൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവരെയും ശുദ്ധിയാക്കുന്നവരെയും അല്ലാഹ് ഇഷ്ടപ്പെടുന്നവനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മിഫ്താഹുസ് സ്വലാത്തി അത്തുഹൂറു, നിസ്കാരത്തിൻ്റെ താക്കോലാണ് ശുദ്ധി. അതേപോലെ ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂർ, ശുദ്ധിയില്ലാതെ കണ്ട് ഒരു നിസ്കാരവും കബൂലാക്കപ്പെടുകയില്ല എന്നും മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശുദ്ധി എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക, ക്ലീനാക്കുക എന്നാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്തിൽ 1 അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുക എന്നാണ്. അപ്പോൾ ശുദ്ധി തന്നെ 2 ഉണ്ട്, ഒന്ന് ചെറിയ ശുദ്ധി, പിന്നൊന്ന് വലിയ ശുദ്ധി. അപ്പോൾ ചെറിയ ശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുന്നത് എങ്ങനെ? ഒളു എടുക്കുക. വലിയ ശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുന്നത് കുളിക്കുക എന്നാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് ഒളു എന്നത്. ശുദ്ധിയിൽപ്പെട്ട ഒന്നാമത്തെ ശുദ്ധി ഒളു എടുക്കുക, ചെറിയ ശുദ്ധി. ആ ഒളു എടുക്കുന്ന വിഷയമാണ് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ നിസ്കാരത്തിലേക്ക് നിങ്ങൾ എഴുന്നേറ്റ് നിന്നാൽ, ഫഗ്സിലു വുജൂഹക്കും, നിങ്ങളെ മുഖങ്ങൾ നിങ്ങൾ കഴുകണം, നിങ്ങളെ കൈകളെ മുട്ടോടുകൂടി കഴുകണം, തല തടകണം, കാൽ രണ്ടും നെരിയാണിയോടുകൂടി കഴുകണം. ഇത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. അതേപോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുഖ്ബലു സ്വലാത്തു മൻ അഹ്ദസ ഹത്താ യതവല്ലഅ, അശുദ്ധിക്കാരനായ ഒരുത്തൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല അവൻ ഒളു എടുക്കുന്നത് വരെ. അപ്പോൾ ഒളു എന്ന് ചൊല്ലിങ് എന്താ? ചില അവയവങ്ങളെ കഴുകുക, ശരീരത്തിൻ്റെ ചില അവയവങ്ങളെ കഴുകുക എന്നാണ് ഭാഷാർത്ഥത്തിൽ. ശറഇൽ പറയുകയാണെങ്കിൽ
നിയത്ത് കൊണ്ട് തുടങ്ങപ്പെട്ട പ്രത്യേകമാക്കപ്പെട്ട അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുക എന്നാണ്. ഈ വുളു എടുക്കുന്നതിനെ ഇസ്രാ മിറാജിൻ്റെ രാത്രിയിൽ നിസ്കാരത്തോടൊപ്പം തന്നെ ഫർളാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ നിസ്കാരത്തിൻ്റെ ഷർത്തിൽ നിന്ന് ഒന്ന് അശുദ്ധിയിൽ നിന്നിട്ട് ശുദ്ധിയാവുക. ആ അശുദ്ധി രണ്ട് വിധമുണ്ട്. ചെറിയ അശുദ്ധിയുണ്ട്, വലിയ അശുദ്ധിയുണ്ട്. ചെറിയ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകുന്നത് വുളു എടുക്കലാണ്. ആ വുളു എടുക്കുന്ന വിഷയമാണ് എന്ന് പറയുന്നത്. വുളുവിൻ്റെ വിഷയം മുത്തുനബിയും ഖുർആനിനും പറഞ്ഞ വിഷയം ഞങ്ങൾ പറഞ്ഞു. ആ വുളുവിന് ശരിയാവണമെങ്കിൽ ഷർത്തുകളുണ്ട്. 5 ഷർത്തുകളാണ് വുളുവിനുള്ളത്. 5 ഷർത്ത്. ഒന്നാമത്തത് മാഉൻ മുത്തുരക്കുൻ, മുത്തുരക്കായ വെള്ളം വേണം. രണ്ടാമത്തത് ജരിയു മാഇൻ അലാ ഉളുഇൻ മഗ്സൂലിൻ, കഴുകപ്പെടുന്ന അവയവത്തിൻ്റെ മേൽ വെള്ളം ഒലിക്കണം. ഒന്ന് മുത്തലക്കായ വെള്ളം, ക്ലീൻ വെള്ളം എന്ന പേരുള്ള സംഭവമാണ്. 2 കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കുക എന്നാണ്. മൂന്നാമത്തത് അല്ലാ യകൂന അൽ ഉളുവി മുഗയ്യിറുൻ ലിൽ മാഇ, വെള്ളത്തിനെ തടയുന്ന അവയവത്തിൻ്റെ മേൽ വെള്ളത്തിനെ തടയുന്നതായ വസ്തു ഇല്ലാതിരിക്കണം. വെള്ളത്തിനെ ചേഞ്ചാക്കുന്നതായ, വെള്ളത്തിനെ പകർച്ചയാക്കുന്നതായ വസ്തു അവയവത്തിൻ്റെ മേൽ ഇല്ലാതിരിക്കണം. സാബൂന്, അതേപോലെ ജഅഫറാൻ, കുങ്കുമ പോലത്തത് ഇല്ലാതിരിക്കണം. നാലാമത്തത് അവയവത്തിൻ്റെ മേൽ വെള്ളത്തിനെ തടയുന്ന മറ ഉണ്ടാകാൻ പാടില്ല. തടയുന്നതായ മറ ഉണ്ടാകാൻ പാടില്ല. പൈൻറ്റ്, അതേപോലെ കാൻഡില്, ഉറച്ചതായ എണ്ണ, അതൊന്നും അവയവത്തിൻ്റെ മേൽ ഉണ്ടാകാൻ പാടില്ല. അഞ്ചാമത്തെ വുളുവിൻ്റെ ഷർത്ത് നിത്യാശുദ്ധിയുള്ളവൻ സമയം കടന്നത് അറിയണം. സമയം ആയി എന്നറിയണം. നിത്യാശുദ്ധിക്കാരൻ, നിത്യാശുദ്ധി എന്ന് പറഞ്ഞാൽ എപ്പോഴും ശുദ്ധിയില്ലാത്ത മനുഷ്യന്, മൂത്രവാർച്ചക്കാരന്, ഇസ്തിഹാദത്തുള്ള ആള്, അങ്ങനെയുള്ള ആളുകൾ. അപ്പം അതുകൊണ്ട് കൃത്യമായി ആ വിഷയങ്ങൾ പഠിക്കണം. ഓരോ വിഷയങ്ങളും പഠിക്കാൻ അല്ലാഹു റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ.